ESI ആശുപത്രികൾ വഴിയുള്ള റീഇംബേഴ്സ്മെന്റ് ക്ലെയിമുകൾ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് നഷ്ടമാകുന്നു. ക്ലെയിമിനായി OP ടിക്കറ്റ് നിർബന്ധമാക്കിയും OP ടിക്കറ്റിൽ തന്നെ ഡോക്ടർ മരുന്നുകൾ എഴുതണമെന്നുമുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റിന്റെ സർക്കുലറാണ് പ്രതിസന്ധിക്ക് കാരണം. ESI പദ്ധതിയിൽ അംഗമായിട്ടുള്ള രോഗികൾക്ക് അതാത് ജില്ലയിലെ ഡിസ്പെൻസറികളിൽ നിന്നും കുറിച്ചു നൽകുന്ന മരുന്ന് ഡിസ്പെൻസറിയിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി ബില്ല് നൽകിയാൽ ആ തുക ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന മരുന്നുകളുടെ തുക ക്ലെയിം ചെയ്യണമെങ്കിൽ ESI ആശുപത്രിയിൽ നേരിട്ടെത്തി OP ചിട്ടെടുത്ത് ഇതേ OP ചിട്ടിൽ ഫിസിഷ്യൻ മരുന്നെഴുതി നൽകുകയും ഇതുമായി ജില്ലകളിലെ ഡിസ്പെൻസറികളിൽ എത്തി അവിടെയും ഡോക്ടറെ കാണിക്കുകയും ഡിസ്പെൻസറികളിൽ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ പുറത്തേക്ക് കുറിച്ചു നൽകിയെങ്കിൽ വാങ്ങിയതിന്റെ ബില്ല് OP ചിട്ടിനോടൊപ്പം ക്ലെയിം ചെയ്യുകയും വേണം. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡയറക്ടറേറ്റ് ഇറക്കിയിരിക്കുന്ന സർക്കുലറിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നിലവിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ മരുന്ന് വാങ്ങണമെങ്കിൽ കൊച്ചിയിലുള്ള ESI ആശുപത്രിയെ ആശ്രയിക്കണം. തുച്ഛമായ രൂപ ക്ലെയിം ലഭിക്കാനായി 1000 രൂപയിലധികം ചെലവഴിച്ച് ഒരു ദിവസം യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. സാധാരണഗതിയിൽ ESI ക്ലിനിക്കിൽ നിന്നും മരുന്നുകൾ വാങ്ങുമ്പോൾ അവിടെ ഇല്ലാത്ത മരുന്നുകൾ പുറത്തോട്ട് കുറിച്ച് തരികയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ പുറത്തേക്ക് കുറിച്ച് തരുന്ന മരുന്നുകൾ വാങ്ങിച്ച് അതിൻ്റെ ബില്ല് ESI ക്ലിനിക്കിൽ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ 2 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ആകുമായിരുന്നു. പക്ഷേ 13/1/2023 ഒരു ഉത്തരവ് പ്രകാരം ഈ ബില്ല് കൊടുക്കണ്ടെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബില്ലുകൾ കിട്ടണമെങ്കിൽ എറണാകുളത്ത് ഓഫീസിൽ ചെന്ന് എഴുതി മേടിച്ചെങ്കിൽ മാത്രമേ ഈ ബില്ല് നമുക്ക് കട്ടപ്പന ESI ക്ലിനിക്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഏകദേശം 160 കിലോമീറ്ററോളം ദൂരമുണ്ട് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാനായിട്ട്. അത് അത്രയും തന്നെ വണ്ടിക്കൂലി തന്നെ അത്രയും തന്നെയാകും. ESI ഡിസ്പെൻസറികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതിനാൽ മിക്ക മരുന്നുകളും പുറത്തുനിന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഇടുക്കിയിലെ ഡിസ്പെൻസറികളിൽ മരുന്നുകൾ എത്തിക്കുന്നതിനൊപ്പം നിലവിലെ മാനദണ്ഡം മാറ്റി മുമ്പ് ഉണ്ടായിരുന്നതുപോലെ ഡിസ്പെൻസറികളിലെ ഡോക്ടർമാരിൽ നിന്നും മരുന്ന് കുറിപ്പടി വാങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാവണം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.